ഇടുക്കി 10-ാം മൈലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. കാൽവരി മൗണ്ടിലേക്ക് കയറി പോകുന്ന വഴിയാണത്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അതേ കൂടുതൽ ഇവിടെ നല്ല തണുപ്പാണ്, നല്ല കാറ്റും തണുപ്പും. ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്ന് അത്യാവശ്യം തിരക്കായി കേട്ടോ. കാൽവരി മൗണ്ട് 10-ാം മൈലിലെ പള്ളിയാണ് കേട്ടോ, സെൻറ്റ് ജോർജ് പള്ളി. ഇവിടെ നിന്ന് എന്തോ ഫങ്ഷനൊക്കെ നടക്കുന്നുണ്ടേ. കാൽവരി മൗണ്ട് ഹൈസ്കൂളാണേ. ആ ഭാഗമൊക്കെ UP സ്കൂളാണ്. സ്കൂളിൻ്റെ ഈ ഭാഗം കാണാൻ വളരെ ഭംഗിയാണ്. സൈഡിൽ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കാൽവരി മൗണ്ടിലാണ്. കാൽവരി മൗണ്ടിൽ നിന്ന് നമ്മൾ തങ്കമണിക്ക് പോകുന്ന വഴിക്കാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞാൽ. അതുപോലെ നല്ല തണുപ്പുമാണ് ഇവിടെ, ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ ഇത്ര നേരം കോട്ടൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. ഈ തങ്കമണി റൂട്ടിലോട്ട് മാറിയപ്പോൾ ഇച്ചിരി തണുപ്പ് കുറഞ്ഞു കേട്ടോ. പുറകിലേക്കൊക്കെ കാൽവരി മൗണ്ട് 10-ാം മൈൽ സിറ്റിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. പിന്നെ ആ മലയിലോട്ട് കയറിയുള്ള കാര്യമായിട്ടും പറയാൻ വേണ്ട. അതുകൊണ്ട് നമ്മളിന്ന് അങ്ങോട്ട് പോയില്ല, തങ്കമണി ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുവരാം കേട്ടോ. ഈ വരുന്ന വഴിക്ക് താഴെയും മുകളിലൊക്കെ ആയിട്ട് നല്ല അടിപൊളി തേയിലത്തോട്ടമുണ്ട് കേട്ടോ. ആ ഒരു സൈഡ് കംപ്ലീറ്റ് ഏലമാണ്. ഇവിടെ കാറ്റ് കൂടിയ സ്ഥലമായതുകൊണ്ട് ഏലമൊക്കെ നല്ലോണം വലിച്ചു പറിക്കും കാറ്റ്. അങ്ങനെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ മേഖലയെല്ലാം കംപ്ലീറ്റ് തേയിലയാണ്. എന്ന് വെച്ചാൽ അത്ര വലിയൊരു തോട്ടമല്ല, ഇടയ്ക്കിടയ്ക്കായിട്ടുള്ള ചെറിയ തേയിലത്തോട്ടങ്ങളാണ്. പിന്നെ എന്തൊക്കെയായാലും ഇന്നും അത്ര കാലാവസ്ഥ ക്ലിയർ അല്ല കേട്ടോ, ഭയങ്കര മൂടലാണ്. ഇവിടെ നമുക്ക് നല്ല പച്ചപ്പുള്ള കുറച്ച് തേയില കാണാൻ പറ്റുന്നു കേട്ടോ. കൊളുന്തെടുക്കാറായി നിൽക്കുവാണേ കേട്ടോ. എന്താ കളർന്ന് നോക്കിയതിൻ്റെ. ഇതിപ്പം ഈ ആഴ്ചയൊക്കെ അവർ കൊളുന്തെടുക്കും. ഇപ്പം നമ്മൾ കൂട്ടക്കല്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. ഇവിടെ വളരെ മനോഹരമായൊരു കുരിശുപള്ളിയൊക്കെ കാണാതെ. അപ്പുറത്ത് കൂട്ടക്കല്ല് ജംഗ്ഷനാണ്. 1-2 കടകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് 2-3 ഭാഗത്തേക്ക് വഴി തിരിയുന്നുണ്ടേ. നേരെ പോകുന്ന വഴി തങ്കമണിക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ. ഈ വഴിക്ക് നമുക്ക് കട്ടപ്പനയ്ക്കൊക്കെ പോകാൻ പറ്റുമേ. ഇതൊരു വീട്ടിലോട്ടുള്ള വഴിയായിരിക്കും, പക്ഷേ ഇതിൻ്റെ ഇരുവശവും നല്ല അടിപൊളി തേയിലത്തോട്ടമാണ്. പിന്നെ ഈ ഗ്രാമപശ്ചാത്തലമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ കുളന്തൊക്കെ എടുത്തു പോയതാണെന്ന് തോന്നുന്നു. ചെറിയ കുളന്തുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ മൂന്നാറൊക്കെ പോയാൽ കാണുന്ന പോലത്തെ തെളിച്ചെടികളാണ് ഇവിടെ കേട്ടോ. ആ താഴെ ഒരു വീടുണ്ട്, അങ്ങോട്ടുള്ള വഴിയത്. അങ്ങേ മലയിലും തേയിലത്തോട്ടമാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് മനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. തേയിലത്തോട്ടത്തിൻ്റെയും അക്കരെയാണ് കുറച്ച് വീടുകളൊക്കെ കാണാം. കാലാവസ്ഥ നല്ലതെങ്കിൽ ദൂരക്കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടുന്ന് നമുക്ക് കാൽവരി മൗണ്ടിൻ്റെ കാഴ്ചകൾ കൂടെ കാണാൻ പറ്റുമേ. അക്കരെ G1T കമ്പനിയുടെ ടീ ഫാക്ടറിയൊക്കെ കാണാം. കുറച്ച് നല്ല തേയിലത്തോട്ടങ്ങളും ഈ താഴ്വാരത്തിൽ കുറച്ച് നല്ല വീടുകളും. അതിലെ കാൽവരി മൗണ്ടിന് കയറി പോകുന്ന വഴിയൊക്കെ കാണാം.
ഇവിടെ ഒരു കപ്പേളയൊക്കെ നമുക്ക് കാണാം. അമലമനോഹരി കപ്പേള എന്നാണ് ഇനി പറയുന്നത്. ഇവിടെ വലത്തോട്ട് കിടക്കുന്ന വഴി തങ്കമണിക്കും ഇടത്തോട്ട് കിടക്കുന്ന വഴി ഇടുക്കിക്കുമാണ് പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ കാമാക്ഷി അമ്പലമേടിൻ്റെ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങ് ദൂരെ അവിടെയാണ് കേട്ടോ കാമാക്ഷി അമ്പലം. ചെറിയൊരു സിറ്റിയാണ്. ഒരു റേഷൻ കട, അപ്പുറത്തൊരു പലചരക്ക് കട. പിന്നെ ഇതാ ഈ റോഡ് പോകുന്നത് നേരെ ശാന്തിഗ്രാമിലേക്കാണ്. അപ്പോൾ ഇതാണ് കാമാക്ഷി അമ്പലം, അമ്പലമേട് അമ്പലം. ഇവിടുന്ന് അക്കരെ ഭാഗം കുറേ കാണാം കേട്ടോ. പ്രകാശിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മളിങ്ങോട്ട് കടന്നു വന്ന ഈ വഴിയും നല്ല കാറ്റല്ല അടുത്ത്. അമ്പലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നു കേട്ടോ. ഇവിടുന്ന് നല്ല ദൂരക്കാഴ്ച കിട്ടുന്നുണ്ടേ. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. അങ്ങോട്ട് കുറച്ചുകൂടെ ഒക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര പള്ള ഇവിടെ. അതിനകത്ത് ഇറങ്ങിപ്പോകാൻ തോന്നില്ല. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടേ. പക്ഷെ അത് വ്യക്തമായിട്ടൊന്നും ഇവിടുന്ന് കാണത്തില്ല. അങ്ങനെ ചെറിയ നേർരേഖ പോലെ കാൽവരിമൗണ്ടിൻ്റെ കാഴ്ചകൾ കാണാം. ഇതാ ഇങ്ങോട്ട് കുറേ കാഴ്ചകൾ കാണാം. ഇവിടെ നേരത്തെ ഒരു അന്നദാനപ്പുര എന്തോ ഉണ്ടായിരുന്നേ. കാറ്റ് അതിൻ്റെ മേൽക്കൂരെല്ലാം പൊളിച്ച് കളഞ്ഞെന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ നമ്മൾ അമ്പലമേട്ടിൽ നിന്ന് വന്നിട്ട് ഇടിഞ്ഞുമല ജംഗ്ഷനിൽ വന്നിട്ട് ഇടിഞ്ഞുമല അപ്പുറത്തെ സൈഡാണ് ശാന്തി. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ പോകേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതാ ഈ വഴി നേരെ പോകുന്നത് ശാന്തിഗ്രാമിലേക്കാണ് പോകുന്നത്. ശാന്തിഗ്രാമിൽ ചെന്ന് നമ്മൾ കട്ടപ്പന റൂട്ടിലേക്ക് വേണം കയറി പോകാനായിട്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അക്കരെ ഒരു കാഴ്ച കാണാം. ആ കാണുന്നതാണ് അടയാളക്കല്ല് അമ്പലമേ. കഴിഞ്ഞ ദിവസം നമ്മൾ പോയി ആ വീഡിയോ കയറുന്നത്. കഴിഞ്ഞ ദിവസം അല്ല, കുറച്ച് ദിവസമായി. അവിടെ ടവർ വന്നുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കിയിട്ട് പെട്ടെന്ന് പിടി കിട്ടിയില്ല എന്താണേ. ഇവിടെ നല്ല കാറ്റാട്ടോ. ഇത് കേട്ടോ, കാറ്റടിച്ച് മരമെല്ലാം കൂടി ഇട്ടിട്ട് ഉലയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇടിഞ്ഞമല പള്ളിയുടെ അവിടെ എത്തി കേട്ടോ. നമുക്ക് ഈ പള്ളിയൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് പോവാം. ഇവിടെ നല്ല മനോഹരമായൊരു ഗ്രോട്ടോ ഒക്കെ ഉണ്ട് മാതാവിൻ്റെ. ഇതാണ് കേട്ടോ കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഇടിഞ്ഞമല പള്ളി. മനോഹരമായൊരു പള്ളിയാണ്. ഈ മലമുകളിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. അങ്ങ് താഴെ ഒരു പള്ളി കാണാം കേട്ടോ. അത് നമ്മുടെ നാലുമുക്കിലുള്ള പള്ളിയാണേ. അതിൻ്റെ പണി തീർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് മുന്നോട്ട് വേണം, ആ റോഡെ വേണം പോകാനായിട്ടേ. കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് ശാന്തിഗ്രാമിലേക്ക്. ഏതോ ഒരു കാലത്ത് നല്ല രീതിയിലുണ്ടായിരുന്നൊരു വീടാണ്. ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് ഈ പരുവത്തിൽ കിടക്കുന്നുണ്ടോ. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് കുറച്ച് പൂക്കളുണ്ടോ, നല്ല ചെടിയും പൂക്കളും ഒക്കെ ആയിട്ട്. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയും. ഇത് ഇരട്ടയാറിനും തങ്കമണിക്കും ഇടയ്ക്കുള്ള കാർഗിൽപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ കാർഗിൽപ്പടിന്ന് പേര് വരാൻ എന്താണ് കാരണമെന്ന് അറിയത്തില്ല. നമുക്ക് പിന്നീട് അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഈ ഇടിഞ്ഞമല പള്ളിയുടെ ഇവിടെ കൊണ്ട് ഇന്നത്തെ തൽക്കാലം വീഡിയോ ഒക്കെ നിർത്തുവാണ്. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വേറൊരു കാര്യമുണ്ട്. എൻ്റെ വീട്ടുകാരൊക്കെ ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ക്യാമറയുടെ മുന്നിൽ വരുന്നതിന് വലിയ ചളിപ്പൊന്നുമില്ല, മോൻ കാണിച്ചുള്ള വീഡിയോ ഒക്കെ നന്നാവുന്നുണ്ടെന്ന്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കേട്ടോ. കാരണം നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ ക്യാമറയ്ക്ക് അഭിമുഖീകരിച്ച് കഴിയുമ്പം ആ ഒരു ചളിപ്പൊക്കെ അങ്ങ് മാറുമല്ലേ. അപ്പോൾ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.